കനത്ത മഴയിലും വോട്ടാവേശം ചോരാതെ നിലമ്പൂർ. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ട് ചെയ്യാൻ എത്തിയവരുടെ നീണ്ട നിരയായിരുന്നു. 46.73% പേരാണ് 1 മണിവരെ വോട്ട് രേഖപ്പെടുത്തിയത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇപ്പോൾ ദീപക് ധർമ്മടം, ഒപ്പം സുഹേൽ മുഹമ്മദ്, വിഷ്ണു സുരേഷ്, മിഥില ബാലൻ എന്നിവർ ചേരും. ആദ്യം ദീപക് ധർമ്മടത്തിലേക്കാണ്. ദീപക്, പോളിംഗ് ദിനത്തിലും ഒട്ടേറെ രാഷ്ട്രീയ വാഗ്വാദങ്ങൾ കൂടി നടക്കുന്നുണ്ട് മണ്ഡലത്തിൽ. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന പോളിംഗ് ശതമാനം സംബന്ധിച്ച കണക്കുകൾ, മറ്റു വിവരങ്ങൾ ദീപക്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കനത്ത പോളിംഗ് കനത്ത മഴയിൽ തുടരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ക്യാമറാമാൻ രാജേഷ് ഒന്ന് പാൻ ചെയ്താൽ ഈ മഴയുടെ തീവ്രത, എത്രമാത്രം കനത്ത മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണാം. ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് ആൾക്കാർ എത്താൻ പോലും ഈ മഴ തടസ്സമാകുന്ന രീതിയിലുള്ള കനത്ത മഴ തുടരുകയാണ്. പക്ഷേ എന്നാൽ പോളിംഗ് ശതമാനത്തിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തുമെന്ന സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് മോഡൽ യു പി സ്കൂളിലാണ്. മോഡൽ യു പി സ്കൂളിലെ 5 ബൂത്തുകളിൽ 180-ാം ബൂത്തിൽ ഇതിനകം തന്നെ 56% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മണ്ഡലത്തിൻ്റെ ശരാശരിയേക്കാൾ മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൊതുവിൽ വലിയ രീതിയിലുള്ള തിരക്കാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ക്യൂ ആണ്. വലിയ രീതിയിലുള്ള ക്യൂ ഈ പെരുമഴയത്തും ഈ കനത്ത മഴ പെയ്യുമ്പോഴും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള പോളിംഗ് നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. ഇത് കാണിക്കുന്നത് കഴിഞ്ഞ 25 നാൾ നീണ്ട വലിയ രീതിയിലുള്ള പ്രചരണം. ആ പ്രചരണം നല്ല രീതിയിൽ ഫലം കണ്ടു എന്നുള്ളത് തന്നെയാണ്. കാരണം ചെറുപ്പക്കാർ, അതുപോലെ സ്ത്രീകൾ എല്ലാം വോട്ടേഴ്സ് ഓരോന്നായും എത്തുന്നു. അതിൽ മഴ ഒരർത്ഥത്തിലും തടസ്സമാകുന്നില്ല. മറ്റൊന്ന് ഉന്മേഷിച്ചു വെച്ച വിവാദങ്ങളാണ്. ഈ പെരുമഴയത്ത് വോട്ടിംഗ് പുരോഗമിക്കുമ്പോഴും വിവാദങ്ങൾ അനവധി. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ശശി തരൂരിൻ്റെ വിവാദം. ആ ശശി തരൂർ വിവാദത്തെ CPM ഏറ്റെടുക്കുന്നു. അങ്ങനെ വിവാദങ്ങൾ അനവധി. കഴിഞ്ഞ 25 ദിവസം ചാലിയാറിൻ്റെ പരപ്പോളം വലിയ രീതിയിലുള്ള പ്രചരണമായിരുന്നു. അത് നിലമ്പൂർ തേക്കിൻ്റെ കാതലോളം ഉൾക്കാമുണ്ടായിരുന്ന പ്രചരണമായിരുന്നു. ആ പ്രചരണത്തിൻ്റെ ഗുണം ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ നമ്മൾ കാണുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ ഈ പോളിംഗ് ഏജന്റുമാരൊക്കെ ആൾക്കാരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇതാ കുട്ടികളൊക്കെ വന്ന് ഓട്ടോറിക്ഷയിൽ ഇറങ്ങുന്നു, സ്ത്രീകൾ വന്നിറങ്ങുന്നു. ഇതാണ് പൊതുവിൽ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ നിന്നുള്ള കാഴ്ച. ഇത് നഗരപ്രദേശത്തുള്ള മോഡൽ UP സ്കൂളിൽ 5 ബൂത്തുകളുള്ള സെന്ററിൽ കനത്ത പോളിംഗ് കനത്ത മഴയിലും തുടരുകയാണ്. ഉന്മേഷ്, ശരി. ദീപക് ധർമ്മടമാണ് നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സുഹേൽ മുഹമ്മദ് ഇപ്പോൾ ചേരുന്നു. എടക്കര പഞ്ചായത്തിൽ നിന്നാണ് സുഹേൽ മുഹമ്മദ് ചേരുന്നത്. സുഹേൽ, എടക്കര പഞ്ചായത്തിൽ എങ്ങനെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? കടുത്ത പോളിംഗ് തന്നെയാണ്, കനത്ത പോളിംഗ് തന്നെയാണ് എടക്കര പഞ്ചായത്തിലുമുള്ളത്. നേരത്തെ ദീപക് ധർമ്മ റിപ്പോർട്ട് ചെയ്ത നിലമ്പൂരിൽ കനത്ത മഴയാണെങ്കിൽ 17 കിലോമീറ്റർ ഇപ്പുറം എടക്കരയിൽ നല്ല വെയിലാണ്. ഉച്ചസമയത്തിന്റെ ആലസ്യം നിലവിൽ പോളിംഗിലുണ്ട്. കാര്യമായ നിരയില്ല. കുറച്ച് 1-2 പേർ വന്ന് വോട്ട് ചെയ്തു പോകുന്ന രീതിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇതുവരെ ഏകദേശം 1 മണി വരെ വലിയ നീണ്ട നിര ഇവിടെ ഉണ്ടായിരുന്നു. സുഗമമായി വോട്ടിംഗ് പ്രക്രിയകൾ നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാൾക്ക് ഉള്ളിൽ കയറി വോട്ട് ചെയ്ത് പുറത്തിറങ്ങാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഇവിടെ തിരക്ക് വലിയ രീതിയിൽ ഇല്ലാത്തത്. എടക്കര പഞ്ചായത്തിലെ 72, 76, 79 ബൂത്തുകൾ വരുന്ന എടക്കര ഹൈസ്കൂൾ നമ്മളുള്ളത്. ഈ 3 ബൂത്തുകൾ കൂടി ഏകദേശം ഒരു 3500ഓളം വോട്ടുകൾ പോൾ ചെയ്യാനുണ്ട്. അതിൽ 50% കടന്നിരിക്കുന്നത്. 1650ഓളം വോട്ടുകൾ ഈ 3 ബൂത്തുകളായി ഇതിനകം തന്നെ പോൾ ചെയ്തിരിക്കുന്നത്. അതായത് മണ്ഡലത്തിന്റെ ശരാശരിയേക്കാൾ എടക്കര പഞ്ചായത്തിന്റെ പോളിംഗ് ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ ഏകദേശം 70% പോളിംഗാണ് എടക്കര പഞ്ചായത്തിൽ മാത്രം ഉണ്ടായത്. സമാനമായ രീതിയിൽ തന്നെ അതിന് മുകളിലേക്കോ പോളിംഗ് പോകുമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ ഉള്ളത്. അതിന് പ്രധാന കാരണം ഈ മണ്ഡലത്തിൽ ഈ പഞ്ചായത്തിലെ 3 ബൂത്തുകൾ രാവിലെ വലിയ തിരക്കുണ്ടായിരുന്നു. കാരണം ഇവിടെ അധികവും കൂലിപ്പണിക്കാരും ഈ ദിവസവേതനക്കാരും കച്ചവടക്കാരും കർഷകരുമാണ്. അവർ രാവിലെ വന്ന് നേരത്തെ എത്തി വോട്ട് രേഖപ്പെടുത്തി തിരികെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഏകദേശം 12-1 മണിയോടെ വലിയ നീണ്ട തിരയുണ്ടായിരുന്നു. ഇനി ഇത്തരത്തിൽ ജോലിക്ക് പോയ ആളുകൾ തിരികെ വന്നതിന് ശേഷം 4 മണിക്ക് ശേഷം സമാനമായ രീതിയിൽ കൂടുതൽ ആളുകൾ എത്തുമെന്ന പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരത്തിൽ തയ്യാറെടുപ്പാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ നമ്മോട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും നീണ്ട നിര അനുഭവപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു എടക്കര പഞ്ചായത്തിന്റെ മൊത്തം ഒരു വോട്ടിംഗ് പാറ്റേൺ എടുത്ത് ശ്രദ്ധിച്ചാൽ നിലവിൽ എടക്കര പഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നത്. വെറും 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ഈ പഞ്ചായത്ത് UDF ഭരിക്കുന്നത്. കഴിഞ്ഞ തവണ 2016-നെയും 2021-നെയും അപേക്ഷിച്ച് 2016-ൽ അൻവർ 200 ചില്ലാനം ഭൂരിപക്ഷം ഈ പഞ്ചായത്തിലുണ്ടായിരുന്നു. പക്ഷേ 2021-ൽ വെറും 12 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം അൻവറിന് ലഭിച്ച മണ്ഡലമാണ്. അതായത് അൻവർ വിയർത്ത് കയറിയ, അത്യാവശ്യം പരുക്ക് അൻവറിന്റെ ഭൂരിപക്ഷത്തിൽ വരുത്തിയ പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പോളിംഗ് വരുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് UDFന് അനുകൂലമായ രീതിയിലാണ് ഉണ്ടാവാറ്. പക്ഷേ അത്തരത്തിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. കാരണം അൻവർ എന്ന ഫാക്ടർ കൂടി അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അൻവർ തന്നെ
മറ്റൊരു സ്ഥാനാർത്ഥിയായ ഒരു മുന്നണിയുമില്ലാതെ മത്സരിക്കുമ്പോൾ ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു പ്രവചനം നടത്താൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, ഏകദേശം ഒരു 75% മുകളിലേക്ക് വോട്ടിംഗ് വന്നാൽ അതായത് LDFനും UDFനും അൻവറിനും ഒരുപോലെ പ്രതീക്ഷ നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയായിരിക്കും എടക്കര എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലാണ് ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ഉള്ളത്. വെറും 12 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ ഇനി ഈ കാലാവസ്ഥയുടെയും അന്തരീക്ഷത്തിന്റെയും കാര്യം പറയുകയാണെങ്കിൽ പ്രവചനാതീതമായ നിലമ്പൂരിന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥയും മാറുന്നു. ചില സമയത്ത് തുള്ളിക്കൊരു കുടം എന്ന മാതിരിയാണ് വലിയ രീതിയിൽ മഴ പെയ്യുന്നു, മറ്റൊരു സമയത്ത് വെയിലുദിക്കുന്നു. ഇത്തരത്തിൽ മഴ വരുമ്പോഴും വെയിൽ വരുമ്പോഴും ഒക്കെ വോട്ടിംഗ് പാറ്റേണിൽ വലിയ വ്യത്യാസം ഇതുവരെ നമുക്ക് ഇവിടെ അനുഭവപ്പെട്ടിട്ടില്ല. മഴ വരുമ്പോഴും വെയിലുള്ളപ്പോഴൊക്കെ വോട്ടർമാർ ഒരേപോലെ എത്തുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നിലവിൽ ഈ 3 ബൂത്തുകൾ വലിയ ക്യൂ ഇല്ലാത്തത് ഇതിനോടകം തന്നെ 50%-ലേറെ ആളുകൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ഉച്ചമയക്കത്തിനും ഉച്ചഭക്ഷണത്തിനും ഒക്കെ സമയമാണ്. അത് കഴിഞ്ഞ് ജോലിക്കടക്കം, അതായത് ദിവസവേതനക്കാരടക്കം പുറത്തുപോയി വരുന്ന മനുഷ്യരുണ്ട്. അവർ 4 മണിയോടുകൂടി വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് എത്തി 6 മണിയോടുകൂടി തിരക്ക് സജീവമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ മണ്ഡലത്തിൽ ഏറെ ചർച്ചയായ ഒരു കാര്യമാണ് VV പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്യാൻ വരുന്ന ബൂത്ത് കൂടിയാണിത്. നമുക്കറിയുന്ന പോലെ തന്നെ തെരഞ്ഞെടുപ്പിന് തുടക്കം മുതൽ കഴിഞ്ഞ തവണ അൻവർ പരാജയപ്പെടുത്തി VV പ്രകാശിന്റെ കുടുംബം ആര്യടൻ ഷൗക്കത്ത് കാരണമാണ് VV പ്രകാശൻ തോറ്റെന്ന ആരോപണം അടക്കം ഇടതുപക്ഷമൊക്കെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലൊന്നും UDF സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്ത് ഇതുവരെ ഈ വിഷയവുമായി പ്രതികരിച്ചിട്ടില്ല. ആര്യൻ ഷൗക്കത്ത് ഇതുവരെ VV പ്രകാശിന്റെ വീട്ടിലെത്തിയിട്ടില്ല. അതേസമയം തലേ ദിവസം പോലും, അതായത് തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണ ദിവസം പോലും ഈ പറയുന്ന M സ്വരാജ് VV പ്രകാശിന്റെ വീട്ടിലെത്തുകയും ചെയ്തിരുന്നു. അതിലൊക്കെ വലിയ രാഷ്ട്രീയം കൂടി നമ്മൾ കാണുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ VV പ്രകാശിന്റെ ഭാര്യയും കുടുംബവും അല്ലെങ്കിൽ VV പ്രകാശിന്റെ കുടുംബം ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തുമോ എന്ന ആകാംക്ഷ കൂടി നമുക്കുണ്ട്. സമയം ഏകദേശം 2 മണി കഴിയുമ്പോൾ ഇതുവരെ അവർ എത്തിയിട്ടില്ല. 6 മണിക്കുള്ളിൽ അവർ വോട്ട് ഇവിടെ വന്ന് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എടക്കരയുടെ പോളിംഗ് ശതമാനം എടുത്ത് പരിശോധിക്കുമ്പോൾ മണ്ഡലത്തെക്കാൾ ഉയർന്ന് 51%-ലധികം എത്തിയിരിക്കുന്നു. നമ്മൾ നിൽക്കുന്ന ഈ സ്കൂളിൽ 3 ബൂത്തുകളാണുള്ളത്. ആ 3 ബൂത്തുകളിലും ഏകദേശം 3000 വോട്ടുകളുണ്ട്. അതിൽ ഏകദേശം ഒരു 1600 വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. എടക്കര പഞ്ചായത്തിൽ ആകെയുള്ളത് 24,000 വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വോട്ടുകൾ പോൾ ചെയ്യുമെന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. അതേസമയം പോളിംഗ് ശതമാനം ഉയരുന്നത് 3 പേർക്കും, അൻവറിനും LDFനും UDFനും ഒരുപോലെ പ്രതീക്ഷ നൽകുന്ന ഘടകം കൂടിയാണ്, പ്രത്യേകിച്ച് എടക്കരയുടെ ഇലക്ട്രൽ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിക്കുമ്പോൾ. ഉന്മേഷ്, സുഹേൽ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ ഡോക്ടർ ശശി തരൂർ MP കോൺഗ്രസിന്റെ നിലമ്പൂർ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതേ സമയത്ത് തന്നെയാണ് അദ്ദേഹം കോൺഗ്രസിന്റെ പട്ടികയിൽ താരപ്രചാരകനായിരുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നത്. കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ താരപ്രചാരകരുടെ പട്ടികയിൽ ഡോക്ടർ ശശി തരൂർ MPയുടെ പേരുണ്ട്. 40 പേരുടെ പട്ടികയിൽ 8ാമതായിട്ടാണ് ഡോക്ടർ ശശി തരൂർ MPയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തന്നെ ക്ഷണിച്ചില്ല നിലമ്പൂരിലേക്ക് എന്നായിരുന്നു അല്പസമയം മുൻപ് അദ്ദേഹത്തിൻ്റെതായി പുറത്തുവന്ന പ്രതികരണം. നമ്മൾ നിലമ്പൂരിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇനിയും വിഷ്ണു സുരേഷിലേക്കാണ്. ചുങ്കത്തറയിൽ നിന്നാണ് വിഷ്ണു സുരേഷ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണുവും, ചുങ്കത്തറയിൽ എന്താണ് പോളിംഗ് സംബന്ധിച്ച പുതിയ വിവരങ്ങൾ? കാലാവസ്ഥ പ്രതികൂലമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ചുങ്കത്തറയിലെ പോളിംഗ് 50%-ഓട് അടുക്കുകയാണ്. രാവിലെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഒരു 1 മണി 2 മണിയോടുകൂടി ഇപ്പോൾ പോളിംഗ് വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് 1 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ പോളിംഗ് വളരെ കുറവായിരിക്കും. ആളുകൾ ഒറ്റതിരിഞ്ഞൊക്കെ വന്ന് വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ 4 മണിക്ക് ശേഷം വീണ്ടും പഴയ സാഹചര്യത്തിലേക്ക് രാവിലെ ഉണ്ടായിരുന്ന പോളിംഗിലേക്ക് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ചുങ്കത്തറയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് പോലെ ഈ CPM LDFും UDFും തമ്മിൽ വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു പഞ്ചായത്താണ് ഈ ചുങ്കത്തറ എന്ന് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDFിന് ലഭിച്ചത് ചുങ്കത്തറയിൽ 11,333 വോട്ടുകളാണ്. UDF ലഭിച്ചത് 11,347 വോട്ടുകളാണ്. അങ്ങനെ വളരെ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പഞ്ചായത്ത്. അതുകൊണ്ട് ഇവിടുത്തെ പോളിംഗ് വളരെ നിർണായകമായിരിക്കും. ഇവിടെ ലീഡ് എടുക്കുന്ന ആളുകൾ അത് ഒരു സൂചനയായിരിക്കും, കാരണം ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കും. ഇവിടെ ആർക്ക് ലീഡ് എടുക്കുന്നു അത് വിജയത്തിലേക്കടക്കം നീങ്ങാനുള്ള, ആ സ്ഥാനാർത്ഥി വിജയത്തിലേക്കടക്കം നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഇവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോഴൊക്കെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ BJP കാൻഡിഡേറ്റായ മോഹൻ ജോർജ് വോട്ട് ചെയ്തത് ഇതേ സ്ഥലത്താണ്. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ നാട്ടുകാരൻ എന്ന രീതിയിൽ അദ്ദേഹം എത്രത്തോളം വോട്ട് പഞ്ചായത്തിൽ പിടിക്കും, അത് ആരുടെ വോട്ടായിരിക്കും അറിയുക എന്നുള്ളതൊക്കെ ഏറെ നിർണായകമാണ്. നിലവിൽ പോളിംഗ് മന്ദഗതിയിൽ തന്നെയാണ്. മഴ ഒരു പ്രതികൂല ഘടകമായി നിൽക്കുന്നുണ്ട്. രാവിലെ മുതൽ കനത്ത പോളിംഗ് ഉണ്ടായ ഘട്ടത്തിൽ മഴ പെയ്യുകയും പിന്നീട് പോളിംഗ് കുറയുകയുമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണിയോടുകൂടി വീണ്ടും പോളിംഗ് ബൂത്തുകൾ സജീവമാകുമെന്നാണ് നമ്മൾ കരുതുന്നത്.
കരുതുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പോളിംഗ് സ്റ്റേഷനിൽ ഏകദേശം 4ഓളം ബൂത്തുകളുണ്ട്. ആ 4 ബൂത്തുകളിലും കാര്യമായ ആളുകൾ ഇല്ല എന്നാണ് നമ്മൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് 4 മണിക്ക് ശേഷമായിരിക്കും വീണ്ടും ചുങ്കത്തറ അതിൻ്റെ പൂർണ്ണ തോതിലേക്ക് എത്തുക. ആ സമയത്ത് എല്ലാ മുന്നണികളും പരമാവധി ആളുകളെ എത്തിച്ചുകൊണ്ട്, ഇപ്പോൾ ജോലിക്ക് പോയ ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ തിരികെ എത്തി വോട്ട് ചെയ്യുന്നത് വൈകിട്ടോടു കൂടിയായിരിക്കും. 6 മണി വരെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ 6 മണിക്ക് അകത്ത് ഗേറ്റിനകത്ത് കയറുന്ന ആളുകൾക്ക് എല്ലാവർക്കും എത്ര വൈകിയാണെങ്കിലും വോട്ട് ചെയ്യാനാകും. അതുകൊണ്ട് 4 മണി ടു 6 ആയിരിക്കും ഒരു പോളിംഗ് പിന്നെയും ഉയരാനുള്ള ഒരു സാധ്യത ഉണ്ടാകുക. ഒരു 76% പോകാനുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ്. ഉന്മേഷ്. ശരി, വിഷ്ണു സുരേഷാണ് ചുങ്കത്തറയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.